ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ സൂപ്പർ സ്പ്ലെൻഡറാണ് വണ്ടി നമ്മൾ വർക്കിന് വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ജോബ് കാർഡ് രജിസ്റ്റർ ചെയ്തതിന് കംപ്ലയിൻറ്റ് ഇൻഡിക്കേറ്റർ ഫ്രണ്ടും ബാക്കും ഒടിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റണം. സൈഡ് ബോക്സ് ഇടിച്ചപ്പോൾ അത് ബെൻഡായി പോയിട്ടുണ്ട്. അപ്പോൾ അത് അഴിച്ചു കളയണം. അത് ക്രാഷ് ഗാർഡ് ലെവൽ ചെയ്ത് വെൽഡ് ചെയ്യണം. സെൽഫ് വർക്ക് ചെയ്യണം, അത് ചെക്ക് ചെയ്യണം. എൻജിൻ ഓയിൽ മാറ്റണം. പൊട്ടൽ സൗണ്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ജനറലായിട്ടുള്ള സർവീസ് വേണ്ടാന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ നിലവിൽ ജനറലായിട്ടുള്ള സർവീസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ബാക്കിയത്തെ വർക്കുകൾ നമ്മൾ ചെക്ക് ചെയ്യുള്ളൂ. ബാക്കിയത്തെ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ നോക്കുകയുള്ളൂ. അതല്ലാത്ത വണ്ടികൾക്ക് നമുക്ക് ഈ പറയുന്ന വർക്കുകളാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ, റിപ്പയർ ചെയ്യേണ്ടത്. ഇതിനകത്ത് ഇൻഡിക്കേറ്ററിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടും ബാക്ക് ഇൻഡിക്കേറ്റർ കംപ്ലയിൻ്റ് ഉണ്ട്, പൊട്ടിപ്പോയേക്കാണ്. സൈഡ് ബോക്സ് നമ്മൾ അഴിച്ച് മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ക്രാഷ് ഗാർഡ് ലെവൽ ചെയ്ത് വെൽഡിങ്ങിലേക്ക് കൊടുത്തിട്ടുണ്ട്, വെൽഡ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞത്, സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് ശരിക്കും മോട്ടറിൻ്റെയാണ് കംപ്ലയിൻറ്റ് കേട്ടോ. മോട്ടറിൻ്റെ ഈ ആർമേച്ചർ ഭാഗം നോക്കുമ്പോൾ അത്യാവശ്യം ഒരു ശരിക്കും നല്ല രീതിയിൽ ബ്ലാക്ക് ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റിപ്പയർ ചെയ്ത് നോക്കാം, കിട്ടുമെന്നുള്ള ദിവസം ഉറപ്പില്ല. റിപ്പയർ ചെയ്ത് ബ്രഷ് കാര്യങ്ങളൊക്കെ മാറ്റി സെറ്റ് ചെയ്ത് നോക്കാം. റെഡി ആകുമെന്നുള്ള കേസിലൊരു ഉറപ്പില്ല കേട്ടോ. അതല്ലെങ്കിൽ പിന്നെ മോട്ടർ മാറ്റേണ്ടതായിട്ട് വരും. മോട്ടറിൻ്റെയാണ് കംപ്ലയിൻറ്റ് ശരിക്കും. ആ ഫംഗ്ഷനാണ്, അവിടെ വരെ ലൈൻ ഉണ്ട്, അതിൻ്റെയാണ് കംപ്ലയിൻറ്റ് കാണിച്ചത്. പിന്നെ ഓയിൽ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓയിൽ ചേഞ്ചിന് വേണ്ടി നമ്മൾ അയച്ചിട്ടുണ്ട്. പൊട്ടൽ സൗണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൊട്ടൽ സൗണ്ട് നമുക്ക് ഈ വന്നൊരു യൂണിറ്റിൻ്റെയാണ് പ്രോബ്ലം. അതിൻ്റെ വാൽവൊക്കെ ഓപ്പൺ ആയിട്ടൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. പിന്നെ പറഞ്ഞേക്കണ വാട്ടർ സർവീസാണ്. വാഷിങ് ഒരു പ്രാവശ്യം എഴുതിയിട്ട് വെട്ടിയതാണ്, രണ്ടാമത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് വാട്ടർ സർവീസ്. അപ്പോൾ വാഷിങ് കൂടി നമ്മളതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നിലവിൽ നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന വർക്ക് മാത്രമാണ് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം കേട്ടോ. ഈ സെൽഫ് മോട്ടറിൻ്റെ കേസ് ഒന്ന് റിപ്പയർ ചെയ്ത് നോക്കട്ടെ. നടപടി ആയില്ല എന്നുണ്ടെങ്കിൽ മോട്ടർ മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ അതിൻ്റെ മോട്ടർ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റാണ് ഇടണേ. റിപ്പയർ ചെയ്ത് കിട്ടുകയാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ ഉപയോഗിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ മോട്ടർ മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇടാം. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ ഇൻഡിക്കേറ്റർ ഓൾറെഡി നമുക്ക് ഈ മോഡൽ കിട്ടൽ കമ്പനിയായിട്ടൊന്നും വരലില്ല. ഞാൻ നോക്കട്ടെ, ഇവിടെ പഴയ ഇതിൽ കിടക്കേണ്ടെങ്കിൽ എടുത്ത് പിടിപ്പിക്കാം. അതാണ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടുകഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ഇട്ടോളൂ.